അദാനിയെ പാർട്ണർ എന്ന് വിശേഷിപ്പിച്ച തുറമുഖ മന്ത്രി വി.എൻ. വാസവന്റെ പ്രസംഗം പരാമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദാനി പദ്ധതിയിലെ പങ്കാളിയാണ് എന്ന് വിശേഷിപ്പിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ മന്ത്രിയാണെന്നും ഇതാണ് മാറി ഇന്ത്യയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. I heartily welcome respected Gautam Adani, our partner. Welcome on behalf of the reception committee. जब हमारे बोर्ड സാങ്കേതികമായൊരു തകരാറാണ് സംഭവിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും കേരളത്തിൽ ഇത്രയും വലിയ തുറമുഖം നിർമ്മിച്ച അദാനിയോട് ഗുജറാത്തുകാർ ഇക്കാര്യം ചോദിക്കാതിരിക്കില്ല എന്നും പ്രധാനമന്ത്രി തമാശ രൂപേണ പറഞ്ഞതുകൂടി ശ്രദ്ധേയമായി. मैं अभी पोर्ट की विजिट करके आया हूं और गुजरात के लोगों को जब पता चलेगा कि इतना बढ़िया पोर्ट ये अदानी ने यहां केरल में बनाया है, ये गुजरात में 30 साल से पोर्ट पे काम कर रहे हैं, लेकिन अभी तक वहां उन्होंने ऐसा पोर्ट नहीं बनाया, तब उनको गुजरात के लोगों से गुस्सा सहन करने के लिए तैयार रहना पड़ेगा. നമുക്കിപ്പം പ്രശാന്ത് കൃഷ്ണ ചേർന്നുണ്ട്. പ്രശാന്ത്, നമുക്ക് വാസവന്റെ പ്രതികരണം, മന്ത്രി വാസവന്റെ പ്രതികരണങ്ങൾ. ലോകത്തിന്റെ മുന്നിൽ നമ്മുടെ യശസ് ഉയർത്തുന്ന ദിവസമാണെന്ന് വിഴിഞ്ഞത്ത് കമ്മീഷനിങ് പൂർത്തിയായതോടുകൂടി ലോകമുറ്റു നോക്കുന്ന തുറമുഖമായി വിഴിഞ്ഞം മാറിയിരിക്കുന്നു. ഇന്ന് സ്വാഗത പ്രസംഗത്തിൽ അങ്ങ് സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അതായത് അദാനി പാർട്ണറാണ് എന്ന് പറഞ്ഞൊരു വിശദീകരണം. അതിനൊരു പലതരത്തിലുള്ള ഒരു രാഷ്ട്രീയമായ ആരോപണങ്ങൾ പ്രതിപക്ഷം ഭാഗത്തു നിന്ന് വരുന്നത് അത് വേണ്ട എന്ന് തോന്നുന്നു. ഇല്ല, രാഷ്ട്രീയമായി ഒരു ദുരാരോപണത്തിന്റെയും സംവാദത്തിന്റെയും അടിസ്ഥാനത്തിൽ എല്ലാം ഭംഗിയായി നടന്നുകൊണ്ട് എന്തെങ്കിലും ഒരു സംവാദം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശക്കാർക്ക് മാത്രമേ അത് സംവാദത്തിന്റെ പ്രശ്നമുള്ളൂ. അദാനി ഇതിന്റെ പാർട്ണറായത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, പ്രതിപക്ഷം തന്നെ ഉണ്ടാക്കിയ ഒരു കരാറിലാണ് അദാനി ഇവിടെ വന്നത്. അതേസമയത്ത് ഉണ്ടാക്കിയ കരാർ പൊളിച്ചെഴുതാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചു, അത് നടന്നു. ആ പൊളിച്ചെഴുതിയത് വഴി ആദ്യം ഉണ്ടാക്കിയ കരാറനുസരിച്ചാണ് 2045 മാത്രമേ ഇത് പൂർത്തിയാവുകയുള്ളൂ. ഇപ്പം ഞങ്ങൾ രണ്ടാമതുണ്ടാക്കിയ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സപ്ലിമെൻ്ററി കരാറിൽ 2028 2, 3, 4 ഘട്ടം പൂർത്തീകരിക്കും. 1. 2, ഈ കാര്യത്തിൽ നമുക്ക് തിരിച്ചുള്ള ലാഭം സംസ്ഥാന ഗവൺമെൻറ്റിൽ കിട്ടിത്തുടങ്ങുന്നത് 2034 കിട്ടും. മുമ്പുണ്ടാക്കിയിരുന്ന കരാറനുസരിച്ച് പിന്നെ 20 വർഷം കഴിഞ്ഞിട്ടേ കിട്ടുള്ളായിരുന്നു. അദാനി ആ രൂപത്തിൽ ഞങ്ങൾ വിശേഷിപ്പിച്ചത് ആ ഉണ്ടാക്കിയ എഗ്രിമെൻറ്റിനെ മാത്രം ബേസ് ചെയ്താണ്. മറിച്ച് അദാനിയുടെ പൊതു സ്വഭാവവും അവരുടെ മുതലാളിത്ത വീക്ഷണവും അവർ കേന്ദ്ര ഗവൺമെൻറ് അവരെ കാണുന്ന വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ശിങ്കിടി മുതലാളിത്തത്തിൻ്റെ രൂപത്തിലുള്ള ശൈലിയല്ല സംസ്ഥാന ഗവൺമെൻറ് അതിനെ കാണുന്നത്. പ്രധാനമന്ത്രി വേദി വിടുന്നതിന് മുമ്പ് താങ്കളുമായിട്ട് ചിരിച്ച കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടു. എന്താണ് പറഞ്ഞത്, അത് ഒന്ന് പറയാൻ പറ്റും? അദ്ദേഹം സൗഹൃദം ആദ്യം വന്നപ്പോൾ തന്നെ CM പരിചയപ്പെടുത്തിയ ഘട്ടത്തിലും അദ്ദേഹത്തിനുള്ള സൗഹൃദം പങ്കിട്ടു. മിക്കവാറും അദ്ദേഹം അന്നേരം സൂചിപ്പിച്ചത് ധാരാളം പ്രാവശ്യം TV-യിൽ കാണാറുണ്ട്, അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നതുപോലെ ഇപ്പോൾ ഇവിടെ നമ്മുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഈ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പൊതുവെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. നന്നായി സംഘടിപ്പിച്ചിരിക്കുന്നു എന്ന കാര്യമാണ് സംസാരിച്ചത്, അല്ലാതെ മറ്റേതെങ്കിലും ആശയപരമായ രൂപങ്ങളല്ല അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നല്ല കാര്യം ആര് ചെയ്താലും അതിനെ അഭിനന്ദിക്കുന്ന സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതാണല്ലോ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മാറി നിന്നപ്പോഴും ശശി തരൂരും അതുപോലെ ഒരു വിൻസെൻ്റ് ഉൾപ്പെടെ വന്ന് പങ്കെടുത്തല്ലോ. ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇത് ജൂലൈയിൽ ട്രയൽ റൺ ആരംഭിച്ചതാണ്. December 3 കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ കൊണ്ട് അവർ തന്നിരുന്നു. വേണമെങ്കിൽ അപ്പം തന്നെ ഉദ്ഘാടനം ഇവിടെ മുഖ്യമന്ത്രിക്ക് നടത്തായിരുന്നു. ഞങ്ങൾ തീരുമാനിച്ചത്, മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത്, നമുക്ക് പ്രധാനമന്ത്രിയെ കൊണ്ട് തന്നെ ജയിക്കണം. ആ കാര്യത്തിൽ രാഷ്ട്രീയമില്ല, വികസനത്തിൽ നമുക്ക് രാഷ്ട്രീയമില്ല. അവർ ദുഷ്ടരാക്കോടുകൂടി ആര് രാഷ്ട്രീയം കണ്ടാലും കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് രാഷ്ട്രീയമില്ലെന്ന് മാത്രമല്ല, നമുക്ക് വികസനമാണ് ലക്ഷ്യം, നമ്മുടെ നാടിൻ്റെ പുരോഗതിയാണ് ലക്ഷ്യം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കരാറിൽ ഏർപ്പെട്ട സമയത്ത് മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ വിസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും? ഇല്ല, ഞങ്ങൾ പറഞ്ഞ എന്നിട്ട് നാൾ വഴികൾ സൂചിപ്പിച്ചപ്പോൾ ഞാൻ കഴിഞ്ഞ ട്രയലിൻ്റെ സമയത്ത് അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോൾ ഞാൻ ഇതിൻ്റെ A-Z കാര്യങ്ങൾ 1 by 1 ആയിട്ട് അക്കമിട്ട് നടത്തിയിരുന്നു. 1ഉം 2ഉം പിണറായി സർക്കാരിൻ്റെ നേട്ടം തന്നെയാണ് ഇത് യാഥാർത്ഥ്യമാകുന്ന രൂപത്തിലേക്ക് എത്തിച്ചേർന്നത്. അത് ആർക്കും നിശ്ചയം, മറ്റവരൊക്കെ ചെയ്ത സംഭാവന ഒന്നും നമ്മൾ ഉറച്ചു പിടിക്കുന്നില്ല, അവരെല്ലാം ക്ഷണിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. വേദിയിൽ വന്നിരുന്ന കൂട്ടത്തിൽ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് നമ്മൾ ക്ഷണിച്ചില്ല. പ്രധാനമന്ത്രിയുടെ പരിപാടി വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ വേദിയിൽ ആരൊക്കെ ഇരിക്കണം, ആരൊക്കെ പ്രസംഗിക്കണം എന്ന് തീരുമാനിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ് അല്ല, അത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനിച്ചതാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഞങ്ങൾ വരണമെങ്കിൽ ഇന്ന ആളുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് അല്ല രാജീവ് ചന്ദ്രശേഖരനെ ക്ഷണിച്ചത്, മറിച്ച് അവിടുന്ന് കേന്ദ്രത്തിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചുള്ള ഭാവി പ്രതീക്ഷകൾ, ഒപ്പം തന്നെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ, അതിനെല്ലാമാണ് തുറമുഖ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ മറുപടി നൽകിയിരിക്കുന്നത്.
നെല്ലൈമുരുകനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.